CPM സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിനെതിരെയും വിമർശനമുണ്ടായി. വിമർശനം ഉന്നയിച്ചത് MV ഗോവിന്ദന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, നേരത്തെ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ വളരെ കൃത്യമായി മുഖ്യമന്ത്രി MV ഗോവിന്ദന് താക്കീത് നൽകുന്ന സാഹചര്യമുണ്ടായി. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത്, എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കണമെന്നിങ്ങനെ അതിരൂക്ഷമായി MV ഗോവിന്ദനെ മുഖ്യമന്ത്രി ശകാരിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാണുകയുണ്ടായി. ഇപ്പോൾ സംസ്ഥാന സമിതിയിലും MV ഗോവിന്ദന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനം വരുന്നു. വിവരങ്ങൾ നിരിമ, കഴിഞ്ഞ ദിവസം ചേർന്ന CPM ശില്പശാല പ്രവർത്തക സമിതിയിലും MV ഗോവിന്ദനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അത് P രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം 2 ദിവസങ്ങൾക്ക് മുന്നേ ശില്പശാലയിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ചേർന്ന CPM യോഗത്തിലാണ് ഇത്തരത്തിൽ MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായിട്ടുള്ളൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയുടെ വായിൽ നിന്ന് വന്ന ആ ഒരു പരാമർശമാണ് ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണമായത് എന്നായിരുന്നു സംസ്ഥാന സമിതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നത്. പാർട്ടി സെക്രട്ടറിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ RSS ബന്ധ പരാമർശം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, അതായത് 19-ാം തീയതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 18-ാം തീയതി രാവിലെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇത്തരത്തിൽ RSSുമായിട്ട് മുൻകാലങ്ങളിൽ CPM യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു പരാമർശം നടത്തിയത്. അത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേ നടത്തിയ ഇത്തരം പരാമർശങ്ങൾ അത് വലിയ രീതിയിൽ പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ CPM സംസ്ഥാന സമിതി അംഗത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു അംഗത്തെ നിർത്തിയിട്ടും അത് 10,000 വോട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ അടിവോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിൽ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം പാർട്ടി സെക്രട്ടറി തന്നെ നിക്ഷിപ്തമാണ് എന്ന തരത്തിലുള്ളൊരു വിമർശനങ്ങളാണ് മുന്നേ വന്നത്. ഇതിന് മുന്നേ ചേർന്ന പാർട്ടി യോഗത്തിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷമായിട്ടൊരു വിമർശനം ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ചെന്ന് ചാടരുത്, അതോടൊപ്പം തന്നെ മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് പാർട്ടി സെക്രട്ടറി പോകരുത് എന്നൊരു തരത്തിലുള്ള ഒരു വിമർശനവും താക്കീതും ഒക്കെ നൽകി. ഒരു പാർട്ടിയെ CPMനെ സംബന്ധിച്ചുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താക്കീത്, വിമർശനം എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ളൊരു പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം കൂടി തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സമിതിയിൽ ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ തന്നെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. നിലമ്പൂരിലെ തോൽവിയെ പറ്റിയിട്ട് മുന്നണിയും പാർട്ടിയും ഒരുപോലെ തലക്കീറി പരിശോധിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഉത്തരവാദിത്തം മുഴുവൻ MV ഗോവിന്ദനിലേക്ക് വന്നു ചേരുന്ന ഒരു ഘട്ടമായി നിൽക്കുന്നത്. MV ഗോവിന്ദനെതിരെ പാർട്ടിയിലുള്ള ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ പേരെടുത്തുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിനും ഈ വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂരിൽ വോട്ട് ചോർന്നതിൽ സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളതാണ്. കാരണം നമുക്കറിയാം, നിലമ്പൂരുമായി ബന്ധപ്പെട്ട് അൻവറും ADGPയും തമ്മിലുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ ADGPയെ സർക്കാർ സംരക്ഷിക്കുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്വർണ്ണ പൊട്ടിക്കൽ കേസ്, മരമുറി കേസ്, അത്തരത്തിൽ വലിയ വിവാദമായ കേസുകളിലൊക്കെ അൻവറും ADGPയും ഒക്കെ ഉടക്കിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് കടക്കുകയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒന്നൊരു ബട്ടർഫ്ലൈ എഫക്റ്റിലേക്ക് വന്നു നിൽക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ സർക്കാരിനെയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിയിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ടിൻഡുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.